ഞാൻ സെലിം KKM. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന വീഡിയോ നമുക്ക് സേവ് ആപ്പിലൂടെ എങ്ങനെയാണ് ഒരു ബിൽ ഹെഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അതിന് നമ്മൾ ആദ്യമായി വേണ്ടത് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് മേലെ കാണുന്ന ആ സെറ്റിങ്സ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ടില്ലേ ഈ സെറ്റിങ്സിൽ പ്രൊഫൈൽ ബിൽ ഹെഡർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബിൽ ഹെഡർ ക്ലിക്ക് ചെയ്യുക. ബിൽ ഹെഡർ ക്ലിക്ക് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു ബിൽ ഹെഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റിമൂവ് ആവും. എന്നിട്ട് നമുക്ക് പുതിയൊരു ബിൽ ഹെഡർ നമുക്ക് ഇതിൽ ക്ലിക്ക് മംഗ്ലി ഷാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബില്ല് ബോൾഡായിട്ട് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നില്ല ഈ മംഗ്ലി ഷാപ്പിൽ മേലെ എന്ന് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ബോൾഡ് ഇറ്റാലിക്ക് പല രീതിയിലും ക്യാപിറ്റൽ ലെറ്റർ കാണുന്നുണ്ട്. ഞാൻ ബോൾഡ് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഷോപ്പിൻ്റെ പേരടിക്കുന്നു, KKM സ്റ്റോർ. ഓക്കെ, ഇനി എനിക്കിവിടെ അഡ്രസ്സ് കൊടുക്കാം. നമ്മളെ ഷോപ്പ് എവിടെയാണ് അതിനുള്ള അഡ്രസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. അഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, KKM സ്റ്റോർ ഞാൻ പൊന്നാനിയിൽ നിന്ന് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് മൊബൈൽ നമ്പർ ഉള്ളിടത്ത് നമുക്ക് മൊബൈൽ നമ്പറുകൾ ആഡ് ചെയ്യാം. എത്ര മൊബൈൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ അപ്ലോഡായി എന്നുള്ള ഒരു മെസ്സേജാണ്. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ അടിക്കുക. എന്നിട്ട് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ ബില്ല് സേവ് ആപ്പിൽ ബില്ല് എന്ന ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി 1-2 ബില്ല് ഇവിടെ അടിച്ചതുണ്ട്. ഞാൻ പുതിയൊരു ബില്ല് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ പ്ലസ് ബട്ടൺ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ബില്ല് നമുക്കിങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ബില്ലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുൻപ് അടിച്ച ബില്ല് ആർക്ക് കൊടുത്തുള്ളത് ആ ഒരു പേരൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പുതിയൊരു ബില്ലാണെന്നുണ്ടെങ്കിൽ ഈ പേരിന് നേരെ കാണുന്ന ഈ റെഡ് പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, പുതിയ ആളുടെ പേരിലാണ് നമുക്ക് ബില്ല് അടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കണ്ടില്ല അക്കൗണ്ട് നെയിം. ഈ അക്കൗണ്ട് നെയിം ഉള്ളിടത്ത് ആരുടെ പേരാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ പേര് ജസ്റ്റ് നമുക്കിവിടെ അടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരാളുടെ പേര് അടിക്കണം. ഹാഷിം എന്ന് അടിച്ചു. ഹാഷിം എന്ന ഒരു വ്യക്തിക്കാണ് ഞാനിവിടെ ബില്ല് കൊടുക്കുന്നത്. ഹാഷിം കസ്റ്റമർ. ഓക്കെ, ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, ഓൾറെഡി ഇവിടെ കസ്റ്റമർ തന്നെയാണ് ഹാഷിം. ഓക്കെ, ജസ്റ്റ് സേവ്. ആ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ബിൽ ഇതിവിടെ സേവ് ആയിട്ടുണ്ട്. പിന്നെ അമൗണ്ട്, ഞാൻ അവർക്ക് എന്ത് പ്രൊഡക്റ്റാണ് കൊടുത്തത് അതിനൊരു അമൗണ്ട് വാങ്ങിക്കില്ല, ജസ്റ്റ് ഒരു അമൗണ്ട് ഞാനിവിടെ അടിക്കുന്നു. ഞാനിവിടെ 1000 രൂപ അമൗണ്ട് അടിച്ചു. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് സെലക്ട് ആൻ ഇൻകം അക്കൗണ്ട്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബിസിനസ് ഉണ്ടാവും, നമ്മൾ പ്രൊഫഷണൽ ഇൻകം ഉണ്ടാവും. ഞാനൊരു ഷോപ്പിലാണ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇൻകം ഫ്രം ബിസിനസ്സാണ്. അല്ല ഞാനൊരു പ്ലംബറോ മറ്റുള്ള എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതെൻ്റെ പ്രൊഫഷണൽ ഇൻകമാണ്. ഇതെൻ്റെ ഞാനിപ്പോൾ കൊടുക്കുന്ന ഒരു ബിസിനസ് ഇൻകമാണ്. അപ്പോൾ ഞാൻ ഇൻകം ഫ്രം ബിസിനസ് എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ റിമാർക്സിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. നമ്മൾ എന്താണോ ആ കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വേണമെങ്കിൽ നമുക്ക് ഞാൻ അവർക്കൊരു ഗ്രോസറി ഐറ്റം എന്നുള്ള രീതിയിൽ ഗ്രോസറി ഞാൻ ആഡ് ചെയ്തു. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് കൊടുക്കാം. സേവ് കൊടുത്താൽ നമ്മുടെ ആപ്പിൽ അത് സേവ് ആയി കൊടുക്കും. ജസ്റ്റ് സേവ് കൊടുക്കുക. എന്നിട്ട് മേലെ കണ്ടില്ലേ ഈ താഴേക്കുള്ള ഒരു ആരോ ബട്ടൺ, ജസ്റ്റ് ഒരു ആരോ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വാണ്ട് ഡൗൺലോഡ് വൗച്ചർ നൗ, നമുക്ക് ആ ബില്ല് വൗച്ചർ ഡൗൺലോഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് അടിക്കുക. യെസ് അടിച്ച് കഴിഞ്ഞാൽ അതാ ബില്ല് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ കൊടുത്ത ബില്ല് KKM സ്റ്റോർ ഈശ്വരമംഗലം, ഞാൻ എന്തൊക്കെയോ ഡീറ്റെയിലാണ് കൊടുത്തത് അതെല്ലാം ഈ ബില്ലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വാട്സാപ്പ് ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ വാട്സാപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ആ കസ്റ്റമറുടെ നമ്പർ ഏതാണോ അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ബില്ല് ഇതുപോലെ അയച്ചു കൊടുക്കാൻ പറ്റും. കണ്ടില്ല, കസ്റ്റമർക്ക് ആ ബില്ല് പോയി. അപ്പോൾ നമ്മുടെ ബില്ല് ഓൾറെഡി നമ്മളൊരു ബില്ല് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ബില്ല് രജിസ്റ്റർ ചെയ്യുക. ഈ ബില്ല് നമ്മൾ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോമിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് റിപ്പോർട്ടിൽ ഓൾറെഡി സേവ് ആയി കൊടുക്കും. റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ബിൽ രജിസ്റ്ററിൽ കണ്ടില്ലേ നമ്മൾ ആർക്കൊക്കെയാണ് ബില്ല് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ആ റിപ്പോർട്ടിൽ ബിൽ രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഞാൻ 3 പേർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ കൊടുത്ത വ്യക്തി ആശയം, അതിന് മുന്നേ
നൗഷാദ്, പിന്നെ ജിബിൻ ഉണ്ടല്ലേ. ഇവിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബിൽ രജിസ്റ്ററിൽ പോയിട്ട് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ വീണ്ടും ഹോമിലേക്ക് വന്നിട്ട് ഞാൻ ബില്ല് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ഹാഷിമി എനിക്ക് 1000 രൂപ തന്നു, ഞാൻ ബില്ല് കൊടുത്തു. പക്ഷേ അത് ഞാൻ എൻ്റെ ഇൻകത്തിലേക്ക്, വരുമാനത്തിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് 1000 രൂപ എൻ്റെ വരുമാനമാണല്ലോ ബില്ല് കൊടുത്തത്. ആ വരുമാനത്തിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടില്ല ഇവിടെ ഗെറ്റ് റെസിപ്റ്റ് ഒരു പച്ച ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് ആ ഗെറ്റ് റെസിപ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് റെസിപ്റ്റിലേക്ക് പോയി. കണ്ടില്ലേ മേലെ കണ്ട റെസിപ്റ്റിൽ 1000 രൂപ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ റെസിപ്റ്റ് ഒരു ടൂണ് വന്നു. ഈ റെസിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് മേലത്തെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യാം, ഈ റെസിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിത് വീണ്ടും ബാക്കിലോട്ട് പോയി. ഇപ്പം എൻ്റെ ബില്ലിങ്ങിൽ ആ ബില്ല് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗെറ്റ് റെസിപ്റ്റ് കാണുന്നില്ല. കാരണം എന്താ, ഞാൻ ഓൾറെഡി അത് എൻ്റെ റെസിപ്റ്റിലേക്ക്, എൻ്റെ വരുമാനത്തിലേക്ക് ഞാനത് ആഡ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ല, 1000 രൂപ എൻ്റെ വരുമാനത്തിൽ, റെസിപ്റ്റിൽ എൻ്റെ വരുമാനത്തിൽ അത് ആഡായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ഒരു ബിൽ ഹെഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബില്ല് ക്രിയേറ്റ് ചെയ്യാവുന്നതുള്ളതും ആ കിട്ടുന്ന എമൗണ്ട് നമ്മളെ വരുമാനത്തിലേക്ക്, നമ്മളെ ഇൻകത്തിലേക്ക്, നമ്മളെ റെസിപ്റ്റിലേക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.